അപ്കി അദാലത്തിൽ ഭാഗേശ്വർ ധാമിന്റെ ചീഫ് ധീരേന്ദ്ര കൃഷ്ണ ശാസ്ത്രിയുടെ മേലുള്ള കുറ്റാരോപണം. ഇദ്ദേഹം തെറ്റായ പ്രചാരണങ്ങൾ നടത്തുന്നു. നോക്കൂ, താങ്കൾക്കൊരു ഉദാഹരണം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യൂട്യൂബിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. താങ്കളുടെ ഒരു വീഡിയോ പ്ലേ ആവുന്നുണ്ട്. ആ വീഡിയോ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന തോന്നൽ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി താങ്കളുടെ ദർബാറിലേക്ക് വന്നിട്ടുണ്ട്. ഒന്നല്ല, 3 വീഡിയോ ഞങ്ങളുടെ പക്കലുണ്ട്. ഭാഗേശ്വർ ധാമിന്റെ ഒഫീഷ്യൽ ചാനലിലാണോ? ശരി, ഞാനൊരു കാര്യം ചെയ്യാം. താങ്കൾക്ക് ആ വീഡിയോ ഇട്ട് കാണിക്കാൻ, എന്നാലേ താങ്കൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഭാഗേശ്വർ ധാം ദർബാറിലേക്ക് PM മോദി പോയിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? മോദിയും ഭാഗേശ്വർ ധാറിന്റെ ഭക്തനായി മാറിയിരിക്കുകയാണോ? ഭാഗേശ്വർ ധാമിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ വലിയൊരു ജനക്കൂട്ടം കാണാൻ സാധിക്കും. അവിടെ പ്രധാനമന്ത്രി മോദിയുടെ പേരും ജനങ്ങൾ ചർച്ച ചെയ്യുന്നു. അദ്ദേഹവും കുറച്ചു നാളിന് മുൻപ് ഭാഗേശ്വർ ധാമിലേക്ക് പോയി ദർശനം നടത്തിയതായി പറയപ്പെടുന്നു. അതുമാത്രമല്ല, PM മോദി ഭാഗേശ്വർ ധാമിലേക്ക് പോയി അവിടെ ഒരു അപേക്ഷ നൽകിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ധീരേന്ദ്ര ശാസ്ത്രി എന്താണ് പറയാൻ പോകുന്നതെന്ന് നമുക്ക് കേൾക്കാം. മോദി താങ്കളുടെ അടുത്തേക്ക് വന്നതായി താങ്കൾ പ്രൊജക്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ അറിഞ്ഞിടത്തോളം ഇതുപോലെ 3 വീഡിയോകളുണ്ട്. അതിലൊന്ന് ഭാഗേശ്വർ ധാമിന്റേതാണ്. ഭാഗേശ്വർ ധാമിന്റെ ഒഫീഷ്യൽ ചാനലിൽ നിന്നും ഇത് വരില്ല. അതായത് ഈ കാര്യങ്ങളൊന്നും നടക്കില്ല. എന്തെന്നാൽ ഇതിനൊന്നും ഞാൻ അനുമതി കൊടുത്തിട്ടില്ല. ഇത് ശരിക്കും വളരെ വലിയ തെറ്റാണ്. TRP എന്ന പേരിലൂടെ ഡെയിലി എനിക്കൊരു പെണ്ണിനെ കല്യാണം ചെയ്തു തരിക. യൂട്യൂബില് നിങ്ങൾ ഇത്രയല്ലേ കണ്ടുള്ളൂ. ഓരോരു സമയത്ത് ഓരോരു പെണ്ണുമായിട്ടാ കല്യാണം നടക്കുന്നേ. ഹാപ്പി ബർത്ത്ഡേ. ഒരു പ്രാവശ്യം നോക്കുമ്പോൾ ഒരുത്ത ന്യൂസ് തന്നെ വെച്ചിരിക്കുന്നു, 23-ാം തീയതി മുഴുവനായിട്ട് അടച്ചുപൂട്ടാൻ പോവാന്ന്. നിറയെ ആളുകൾ ഫോൺ ചെയ്യാൻ തുടങ്ങി. മീഡിയയിലാണെങ്കിൽ ഭാഗേശ്വർ ധാം എന്ന് നിറയെ പേർ സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഹനുമാനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഹനുമാനാരാ? ജനങ്ങളുടെ പവിത്രപുത്രൻ. അവരാണെങ്കിൽ ബാലാജിക്ക് വേണ്ടി ഭാഗേശ്വർ ധാമിനെ തേടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ ജനങ്ങൾക്ക് ആരൊക്കെയാണോ യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് യൂട്യൂബ് ചാനലിന്റെ വ്യൂവേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി മാത്രമാണ് ഇതുപോലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. പറഞ്ഞു വന്നുകഴിഞ്ഞാൽ ഈ കാര്യത്തിന് വേണ്ടി പല കാര്യങ്ങളും ഞങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. അവർക്കെതിരായിട്ട് ഞങ്ങൾ നോട്ടീസും അയച്ചിട്ടുണ്ട്. ഭാഗേശ്വർ ദർബാറിൽ ഡിസ്ക്ലൈമറും വെച്ചിട്ടുണ്ട്. തെറ്റായ കാര്യങ്ങൾ പഠിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനും ഞങ്ങൾക്കും തമ്മിൽ യാതൊരു സംബന്ധവുമില്ല. ഇതൊക്കെ അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് 4 കാശ് സമ്പാദിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിനുമേൽ ഞങ്ങൾ നിയമപരമായി നടപടി എടുത്തിട്ടുണ്ട്. ശാസ്ത്രി സർ, പ്രധാനമന്ത്രിയുടെ പേരിൽ ഇങ്ങനെയുള്ള വീഡിയോ എല്ലാം, അതും ഭാഗേശ്വർ ധാമിന്റെ പേരിൽ വന്നാൽ ഇതെല്ലാം പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിലല്ലേ ഉള്ളത്? ഒരുപക്ഷെ ജനങ്ങൾ ഇതെല്ലാം തീർച്ചയായിട്ടും ഇത് ചെയ്തിട്ടില്ല. അഥവാ ആരെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നിയമപരമായ നടപടികൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ താങ്കൾ തീർച്ചയായിട്ടും ഇതിൽ ആക്ഷൻ എടുക്കേണ്ടത് തന്നെ പറ്റുള്ളൂ. ഞങ്ങൾ നോട്ടീസ് അയച്ചിട്ടുണ്ട്. പറഞ്ഞു വരികയാണെങ്കിൽ എത്രയോ ചാനലുകൾ ഞങ്ങൾ അടച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതെ, അവർ ഇതിനൊക്കെ എതിരായി എന്തെങ്കിലുമൊക്കെ നടത്താറുണ്ട്. ചില പേർ പേടിപ്പെടുത്തും, ഭാഗേശ്വർ ധാം കമ്പി എണ്ണാൻ പോവുകയാണെന്നൊക്കെ. എന്നെ ചുറ്റി എപ്പോഴും പോലീസുകാർ നിൽക്കുന്നത് പോലെയൊക്കെ ആയി. ഇതെല്ലാം നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോയെ കുറിച്ച് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ളവരൊന്നും വിശ്വസിക്കരുത്. തീർച്ചയായിട്ടും ഞാൻ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഇതൊരു സാധാരണ വിഷയമല്ല. ഞാൻ കാലത്തിന്റെ കഥ പറയുന്ന ഒരു സാധാരണക്കാരനാണ്. ശരി, താങ്കൾ അപ്പോൾ ഈ കാര്യത്തിൽ മോദിയുടെ ഈ വീഡിയോയുടെ പേരിൽ എന്ത് ആക്ഷനാണ് എടുത്തിരിക്കുന്നത്? സത്യം പറഞ്ഞാൽ ഈ കാര്യം എനിക്ക് ഇന്നാണ് മനസ്സിലായത്. ഇതിനു മുമ്പ് വേറെയും ചില വീഡിയോകൾ കാണിച്ചിരുന്നു. പക്ഷേ ഈ വീഡിയോ കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ ഈ നീതിപീഠത്തിന്റെ അടുത്തു നിന്നും പോയി കഴിഞ്ഞതിന് ശേഷം ഇതിനു വേണ്ടിയിട്ടുള്ള ആദ്യത്തെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ഞാൻ തന്നെ ചെയ്യുന്നതായിരിക്കും. നല്ല കാര്യം. ഇതല്ലാതെ മറ്റു പല വീഡിയോകളും ഉണ്ട്. ഡിവിൻ ഫഡ്നവിസിന്റെ, മനോജ് തിവാരിയുടെ. തെറ്റായ കാര്യമാണ്. ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വന്നില്ലെന്ന് പറയല്ലേ? നോ 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 നോ. ഫഡ്നവിസ് വന്നിട്ടുണ്ടായിരുന്നു. മനോജ് തിവാരി, എന്റെ സ്നേഹം നിറഞ്ഞ ശിഷ്യൻ, അവരും വന്നിരുന്നു. നിറയെ പേർ വന്നിരുന്നു. പക്ഷേ മോദി സാർ വന്നിട്ടില്ല. ഇത് ഞാൻ ഇപ്പൊ തന്നെ പറയാണ്. ബാക്കിയെല്ലാം സത്യമാണ്. മോദി സാറിന്റെ കാര്യത്തെ വിശ്വസിക്കരുത്. പക്ഷേ താങ്കൾ 2-3 സെന്റൻസ് വേറെ പറയുന്നുണ്ട്. അത് താങ്കൾ മോദിയെ വിളിക്കുന്നത് പോലെയുണ്ട്. അന്ന് ഞാൻ ലണ്ടൻ ദർബാറിലായിരുന്നു ഉണ്ടായിരുന്നത്. അതും ഇതും കലർത്തി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. എന്തെന്നാൽ ആ കാര്യമൊന്നും എനിക്കറിയില്ല. അതായത് ലണ്ടനില് അവിടെ ഞാൻ രാമന്റെ കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അവിടെ ഒരു അമ്പലമുണ്ടായിരുന്നു. ആ അമ്പലം നടത്തുന്ന ആളുടെ പേരാണ് മോദി. അവരും ഗുജറാത്തിലായിരുന്നു, ദർബാറിലുണ്ടായിരുന്നു. ആ സമയത്ത് അവരെ പുകഴ്ച സംസാരിക്കുന്ന ഒരു കാര്യം നടന്നിരുന്നു. അത് കട്ട് ചെയ്ത് ഇവിടെ എഡിറ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോഴും പറയുന്നു ഇതും തെറ്റാണ്, ഇതും ഒരു കുറ്റം തന്നെയാണ്.
എന്തെന്നാൽ ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്റെ കയ്യിൽ നിന്നും പെർമിഷൻ വാങ്ങിക്കേണ്ടതാണ്. വാങ്ങാതെ നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. ഇവിടെ നിയമം പരിപാലിക്കുന്നുണ്ടല്ലോ. ഉണ്ട്. അതുകൊണ്ട് ഇതും തെറ്റാണ്. താങ്കളോട് ഞാനൊരു കാര്യം പറയട്ടെ. 40 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട്. ഇതുപോലെ പല ഉദാഹരണങ്ങളും ഞാൻ കണ്ടിട്ടുമുണ്ട്. ചന്ദ്രസ്വാമിയെ ഞാൻ കണ്ടിട്ടുണ്ട്. നരസിംഹ റാവുവിനോടൊപ്പം ഉള്ള ഫോട്ടോസും ഉണ്ട്. രാജീവ് ഗാന്ധിയോടൊപ്പം ഉള്ള ഫോട്ടോസ് ഉണ്ട്. ജോൺ മെക്കൻഡറോടൊപ്പം ഉള്ള ഫോട്ടോ ഉണ്ട്. ടൈലറിനോടൊപ്പം ഉള്ള ഫോട്ടോ ഉണ്ട്. ഇവരെല്ലാവരും ഇന്റർനാഷണൽ ലീഡേഴ്സാണ്. അദ്ദേഹം ഈ ഫോട്ടോസ് വെച്ചാണ് അദ്ദേഹത്തിന്റെ കച്ചവടം എല്ലാം നടത്തുന്നത്. അതോടൊപ്പം ലോകത്തുള്ള വലിയ ലീഡേഴ്സ് എല്ലാം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിരുന്നു. ബ്രൂണോയുടെ സുൽത്താൻ, അദ്ദേഹം പോലും ശിഷ്യനായിട്ട് മാറി. ഒരു ആഫ്രിക്കൻ കൺട്രിയുടെ പ്രസിഡന്റ് പോലും ഇദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ട് മാറി. എനിക്ക് അങ്ങനെയൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും വരാം. എല്ലാവരും ഒരേപോലെയാണ്. എന്റെ ഫോട്ടോ കണ്ടാൽ മാത്രമേ ജനങ്ങൾക്ക് എന്നോടൊരു വിലയുണ്ടാകൂ എന്നുള്ളൊരു ആവശ്യമേ ഇല്ല. ദാ നോക്ക്, നിങ്ങൾക്ക് എന്നെക്കുറിച്ച് വേണമെങ്കിൽ മീഡിയയിൽ ഒരുപാട് സംസാരിക്കാം. എനിക്കൊരു നിലയുണ്ടെങ്കിൽ മാത്രമേ ജനങ്ങൾ എന്നെക്കുറിച്ച് പഠിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം വന്നാൽ തീർച്ചയായിട്ടും വീണ്ടും നിങ്ങൾ എന്നെ വിളിക്കത്തില്ല. വന്നാൽ തന്നെ നിങ്ങൾ എന്നെ അടിച്ചോടിക്കും. ഇതൊരു മാധ്യമമായിരിക്കും, സാധനവുമായിരിക്കും, പക്ഷെ സാധനയല്ല. എനിക്ക് ഈ കാര്യങ്ങളൊന്നുമില്ല. എന്തെന്നാൽ എന്റെ ജീവിതം തന്നെ ഒരു തുറന്ന പുസ്തകമാണ്. അടി മുതൽ മുടി വരെ. ജനങ്ങൾ കണ്ടത് വിശ്വസിക്കണമെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് അത് അവരവരുടെ ദൃഷ്ടി നോട്ടം പോലിരിക്കും. എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. ഞാൻ ഹനുമാന്റെ പരമഭക്തനാണെന്ന്. അത്രയുള്ളൂ. ഹനുമാന്റെ അടുത്ത് എന്താണ് പ്രതീക്ഷിക്കുന്നത്? സനാതനധർമ്മം, ഹിന്ദുരാജ്യം. അപ്പോഴും എന്റെ ആഗ്രഹം നിറവേറുന്നില്ല. ഹിന്ദുരാജ്യം കിട്ടിക്കഴിഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അഖണ്ഡ ഭാരതത്തിന് വേണ്ടി പ്രയത്നിക്കും. തീർച്ചയായിട്ടും താങ്കളുടെ ബജരംഗബലി, താങ്കളുടെ ആഗ്രഹങ്ങളെല്ലാം ഒരുപക്ഷെ നിറവേറ്റുമോ? തീർച്ചയായിട്ടും നിറവേറ്റാൻ വേണ്ടി ഞാൻ പറയുന്നു ഒന്ന് കേൾക്കൂ. ആ പുടിനോട് പറഞ്ഞ് യുക്രൈനുമായിട്ടുള്ള യുദ്ധം ഒന്ന് നിർത്താൻ പറയൂ. വരൂ. ഇത് തീർച്ചയായിട്ടും ഒരു ഇന്റർനാഷണൽ കാര്യമല്ലേ? ഉക്രൈൻ ഒരു ക്രിസ്ത്യൻ രാജ്യമല്ലേ? സനാതനധർമ്മത്തെക്കുറിച്ച് അവരും മനസ്സിലാക്കട്ടെ. ഇവിടെ നോക്കൂ, ഞാൻ ദിവസവും ലോകം നന്നായിരിക്കണം, എല്ലാവരും നന്നായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഹനുമാൻ രാവണന് പോലും മനസ്സിലാക്കി കൊടുത്തു. മനസ്സിലാക്ക്, അത് ഭഗവാനാണ്. സീതയെ തിരിച്ചു കൊടുക്ക്. പക്ഷേ അവന്റെ വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹനുമാന്റെ സംസാരം അവന്റെ കാതിൽ പോലും വീണില്ല. ഗുരുവിന്റെ സ്ഥാനത്ത് നിന്ന് ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട്. വിധി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാണ്? എനിക്ക് പോലും മരണം വന്നു കഴിയും. നിന്റെ വിധി എഴുതി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കുന്നില്ല. എത്ര മനസ്സിലാക്കി കൊടുത്താലും ഭ്രാന്തനെ പോലെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. ശരി, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ഈ റഷ്യ യുദ്ധം നിൽക്കണമെന്നും പറഞ്ഞ് നിങ്ങളൊരു റിക്വസ്റ്റ് ചെയ്തു നോക്ക്. അപേക്ഷകളൊക്കെ താങ്കളുടെ ജോലിയാണ്, എന്റെ അല്ല. ഇവിടെ ഇന്റർനാഷണൽ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ടർക്കിയിൽ വളരെ വലിയ ഒരു ഭൂകമ്പം ഉണ്ടായി. അവിടെ ധാരാളം പേര് മരിച്ചുപോയി. അതിനുവേണ്ടി താങ്കൾക്ക് അപേക്ഷിക്കാമല്ലോ. തീർച്ചയായിട്ടും ഞാൻ അതിനുവേണ്ടി സംസാരിക്കാം. ഇപ്പോഴും പ്രാർത്ഥിക്കാം. ഇപ്പോഴും രാവിലെ പൂജ ചെയ്യുമ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കണം, ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ലെന്ന്. എല്ലാവരും നന്നായിരിക്കണം. അത് ക്രിസ്ത്യൻ കൺട്രിയോ മുസ്ലിം കൺട്രിയോ ആവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. നോക്കാൻ പാടില്ല. ഞാൻ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പല സ്ഥലത്തും പോയിട്ടുണ്ട്. എന്റെ ഹിന്ദു ധർമ്മപ്രകാരം എല്ലാവരെയും ഒരേ നോട്ടത്തിലാണ് കാണുന്നത്. എല്ലാവരും സന്തോഷത്തോടുകൂടി നല്ല നിലയിൽ ജീവിക്കണം. എല്ലാവരും സന്തോഷമായിരിക്കണം, സന്തോഷത്തോടുകൂടി ജീവിക്കണം. എനിക്ക് ഒരുപാട് മനുഷ്യത്വമുണ്ട്. ആരൊക്കെയാണ് രോഗത്തിൽ ഇരിക്കുന്നത് അവർക്ക് വേണ്ടി ദൈവമേ അവരുടെ അസുഖങ്ങളൊക്കെ മാറിക്കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്.